ഹായ്, വെൽക്കം ബാക്ക് ടു ജോഷീസ് വ്ലോഗ്. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ, അതായത് ധാരാളം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണ കൊടുക്കുന്നത് അപ്പോൾ ഈ റോസ് പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് അല്ലേ. ഏതൊക്കെ തരം ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഒരു റോസ് പ്ലാന്റ് നമ്മൾ എന്തായാലും എത്ര ബുദ്ധിമുട്ടിയായാലും വെച്ച് പിടിപ്പിക്കും. എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും ഒരു നാടൻ റോസെങ്കിലും. അപ്പോൾ എൻ്റെ അടുത്തും അതുപോലെ കുറച്ച് റോസൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നന്നായി കെയർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് കുറച്ചെണ്ണത്തിലേക്ക് ഒതുക്കി. ഇപ്പോൾ ഈ കാണുന്ന ഇത് ബോണിക്ക റോസ്, അത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ബോണിക്ക റോസ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ബട്ടർ റോസ്, വൈറ്റ് ബട്ടർ റോസ്. ഇതിൻ്റെയൊക്കെ ലീവ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. പൂവ് അത് ഒരു ബട്ടൻ്റെ അത്രയെന്ന് പറഞ്ഞാൽ അത്ര തന്നെയുള്ളൂ. ബട്ടണിനേക്കാളും ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലിപ്പം തോന്നും, അത്രയൊന്നുമില്ല. വളരെ ചെറിയൊരു പൂവാണിത്. നന്നായി പടർന്ന് പന്തലിച്ചുണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്ന വളം ഞങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചെടികളെ മഴയൊക്കെ അധികമായപ്പോൾ കുറച്ച് അതിൻ്റെ ഉണങ്ങിയ ലീവ്സും അങ്ങനെ കമ്പുകൾ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൽ നല്ല വളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കാശ്മീർ റോസാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് ഞാൻ വളം കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു കാശ്മീരി റോസാണ് കേട്ടോ. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ട് ഉണ്ടായി കിട്ടിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ ആദ്യം വാങ്ങിയ പ്ലാന്റ് കേടായി പോയിട്ടോ. അത് ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഉണക്കമൊക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെ അത് ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ ഇതാണിപ്പോൾ ആ പ്ലാന്റ്. അത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അതിൽ ഇങ്ങനെ ഒരു മുളകും തൈയൊക്കെ ഞാൻ വിത്തിട്ടിട്ടേ മുളച്ച് വന്നപ്പോൾ അതിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഒന്ന് പറിക്കണം. അപ്പോൾ ഈ പ്ലാന്റിനാണെങ്കിൽ കണ്ടില്ലേ, നല്ല പൂക്കൾ ഉണങ്ങിയതും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനെ ക്ലീൻ ചെയ്തിട്ടില്ല. ഒരു 3 മാസം മുന്നേ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അതിന്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് പുതിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൽ 1-2 ചെടികൾ നിൽക്കുന്നുണ്ട്. ഈ മുളകും തൈ അതിൽ നിൽക്കുന്നുണ്ട്. ഇത് മുല്ലമുട്ട് പോലെ ഉണ്ടാകുന്ന മുളകില്ലേ, ആ മുളകിൻ്റെ തൈയാണത്. അപ്പോൾ അതിൽ നിന്നിട്ട് ആകെ ഇടുങ്ങി പിടിച്ചിട്ട് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാൻ നമുക്ക് മണ്ണിളക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ വളമൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അതിനെ പറിച്ചെടുത്ത് ഇനി വേണം എല്ലാം കട്ട് ചെയ്യാനായിട്ട്. അത് സമയങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രൂൺ ചെയ്ത് വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് റോസ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നില്ല. അപ്പോൾ ഇതന്നെ ഇപ്പം ഇത്തിരി ഹൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. കാരണം അതിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതിന് നല്ല പൊടിപ്പൊക്കെ വന്ന് അങ്ങനെ ഒരു നല്ല ഹൈറ്റിൽ പോയതാണ് ആ പ്ലാന്റ്. പിന്നീട് ഞാൻ അതിന് വളങ്ങൾ കൊടുക്കാൻ വൈകി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉണങ്ങിയ ഫ്ലവറിൻ്റെയും ഉണങ്ങിയ ലീവ്സും ഒക്കെ നിന്നിട്ട് ഒരു ഉഷാറില്ല പ്ലാന്റിന്. അപ്പോൾ അത് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ റോസ് നമ്മളെപ്പോഴും പറയും നല്ല വെയിൽ കിട്ടുമ്പോഴാണ് എല്ലാ പ്ലാന്റ്സിനും നല്ല പൂക്കളൊക്കെ ചെടി ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയും. പക്ഷേ റോസിനെ സംബന്ധിച്ച് വെയിൽ വേണം, പക്ഷെ അങ്ങനെ ഭയങ്കര നല്ല ചൂട് ഒന്നും അവർക്ക് അങ്ങനെ സഹിക്കില്ല. അതിൻ്റെ മുട്ടൊക്കെ കരിഞ്ഞു പോവും അങ്ങനെ. അപ്പോൾ വെയിൽ കിട്ടുകയും വേണം, എന്നാൽ കുറച്ചൊരു പാർഷ്യൽ ഷെയ്ഡ് എന്ന് പറയാം. അങ്ങനെ ഷെയ്ഡല്ല ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ വെയിൽ കുറച്ച് നേരം ഇപ്പോൾ രാവിലത്തെ കുറച്ച് വെയിൽ കിട്ടിയിട്ട് പിന്നെ ആ വെയിൽ മാറിപ്പോയിട്ട് ഒരു ഷെയ്ഡിൻ്റെ ഒരു ഇത് വരില്ലേ, അങ്ങനത്തെ ഇത്. അല്ലാതെ നമ്മൾ ഒന്നിൻ്റെയും ചോട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കാർ ഷെഡിലോ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ അടിയിലോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ഈ ഒരു തുറസായ സ്ഥലത്ത് തന്നെ
വെയിലും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് വെക്കാനായിട്ട്. പിന്നെ ഇത് ഇനി വളങ്ങൾ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ വളങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇതിൽ കമ്പോസ്റ്റ്, അതായത് വെർമി കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ചാണകപ്പൊടി, പിന്നെ ഇത്തിരി എപ്സം സോൾട്ടും ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർക്കാം. നല്ല ഇലകളൊക്കെ നല്ല കരുത്തായി വളരാനും നല്ല പച്ചപ്പ് കിട്ടാനൊക്കെ എപ്സം സോൾട്ട് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ വളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയുടെ അടിവശമൊക്കെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം, ഇപ്പം ഞാൻ ആ തൈയൊക്കെ ഒന്ന് പറിച്ചെടുത്ത കാരണം അത് നന്നായി ഇളകിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ വളം ഉണ്ടല്ലോ, അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന് പറയുന്നത്, ഇത് വളരെ നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്നില്ല, ചാണകപ്പൊടി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ഒരു വളം നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വളത്തിൻ്റെ കടകളിൽ നിന്നോ ഒക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാം കൂടിയിട്ടുള്ള ഒറ്റൊരു വളമാണ് അത്. അപ്പോൾ വളരെ നല്ലതാണ്. എല്ലാത്തരം ചെടികൾക്കും ഈ സൂപ്പർ മീൽ ബെസ്റ്റാണ് കേട്ടോ. അത് കിട്ടാവുന്നവരൊക്കെ വാങ്ങി ഇട്ട് കൊടുത്തോളൂ, ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പുതിയ മുകുളങ്ങൾ വരാനും പൂക്കളും കായകളും എല്ലാം ഉണ്ടാവാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ റോസിനെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വളമാണ് ഈ എഗ് ഷെല്ല് പൊടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ വളം എന്ന് പറഞ്ഞത്. ഇതും അതെ, നമുക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതായത് മണ്ണിൽ അത് കുറച്ചത് അതിൻ്റെ അത് വളങ്ങൾ റിലീസാവാൻ ഇത്തിരി ടൈം എടുത്താലും കൂടിയിട്ട് ഏറ്റവും നന്നായിട്ട് പൂക്കൾ തരാൻ നല്ലതാണ്. ഞാൻ ഈ എഗ് ഷെല്ല് നന്നായി പൗഡറാക്കിയിട്ടില്ല, അത് ഫൈൻ പൗഡറാക്കിയിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ മണ്ണിന് നല്ല ഉലർച്ച കിട്ടാനും ഇതും നല്ലതാണ് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരുവിധം ഉള്ള മുട്ടത്തോട് ഉള്ള സമയത്ത് എല്ലാ ചെടികൾക്കും, ഞാൻ പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും ഞാനത് ധാരാളം ഇട്ട് കൊടുക്കും. അതിന് നമുക്കൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം റോസിന് പ്രത്യേകിച്ചും നന്നായി ഫ്ലവർ ചെയ്യാൻ ഏറ്റവും നല്ല വളമാണ് മുട്ടത്തോട് പൊടിച്ചത്. അപ്പോൾ അത് കിട്ടാവുന്നവരൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുകൊണ്ട് എന്നിട്ട് പിന്നെ നന്നായി എല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതിൽ നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ ഇതേ പെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല, നേരെ കൊണ്ട് വെച്ച് അടുത്ത് വെച്ച് മുറ്റത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങും മഴ, അങ്ങനത്തെ ആയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത കമ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൽ കുറച്ചെണ്ണം കുത്തി കൊടുക്കുകയാണ്. കാരണം ഇതിപ്പോൾ ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും അല്ലല്ലോ ഇതിൽ ഇട്ടിട്ടുള്ളത്, ഓർഗാനിക് വളങ്ങളല്ലേ ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ 1-2 കമ്പുകളൊക്കെ ഞാൻ ഇതിൽ തന്നെ അതിൻ്റെ സൈഡിൽ കണ്ടോ ഒരു കമ്പ് കുത്തി വെച്ചത്. ഒരു പൊടിപ്പൊന്നും വന്നിട്ടില്ല, പക്ഷെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അതും ശരിയായി വരുമെന്ന് വിചാരിക്കണം. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റിൽ പോയിട്ട് ഞാൻ അത്രയും വെട്ടാതെ എന്താന്ന് വെച്ചാല് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഈ ഹൈബ്രിഡ് ഇനത്തിനൊക്കെ നമ്മൾ ഒരു കൊമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കണ മറ്റേ കൊമ്പ് ഒന്ന് ഉണങ്ങിപ്പോവും. അങ്ങനെ ഒരു ഇതുണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ഇത് ചെടി ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ താഴ്ത്തിയൊന്നും വെട്ടിയിട്ടില്ല, ഞാൻ ചെറുതായി ഇങ്ങനെ ഉണങ്ങിയ കമ്പുകളും അങ്ങനെയൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് തന്നെ എല്ലാം ഇങ്ങനെ നട്ടുവെക്കാനും ചെയ്യാം, നമുക്ക് വെട്ടിയെടുക്കുന്ന കമ്പൊക്കെ നട്ടുവെക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ ഇങ്ങനെ ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഏറ്റവും നല്ല വളമാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള വളങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് റോസിന് ചേർത്ത് കൊടുക്കുക. നന്നായി ചെടി നന്നായി കരുത്തിൽ വളരാനും നന്നായി പൂക്കൾ തരാനും ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസറാണ് ഞാനിപ്പോൾ ഈ കാണിച്ചത്. ഇനിയിപ്പോൾ അതങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സൂപ്പർ മീൽ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.